Hi, I am thesnimazeez. In the recipe, mutta masala, egg masala. I did a egg masala cheddar, one very content, part of it like evening, morning breakfast, dinner, chapati, the bode, nature, the bode, nan, patura, agriculture, food, kaikam bachana, egg masala, kanku, chulkin. When I'm going to three good gravy, a kitten daka, gravy, corchetania, say the clover, Indian say no. Corchan norica. Cherry tilane. Add a teaspoon molagoli. 1/4 teaspoon manjal podi. Golden brown color ആയിട്ട് എടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം എന്നൊക്കെ പറയില്ലേ അത്. 2 ഉണക്കമുളക്. ഇതിലേക്ക് ചെറുതാക്കി വളരെ തിന്നായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. 2 മീഡിയം സവാള. വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. മൂന്ന് ടീസ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ ജിഞ്ചർ, ഒരു പച്ചമുളക് ചെറുതാക്കി മുറിച്ച്, ഉള്ളി 2 മിനിറ്റ് വഴറ്റി കളറൊക്കെ ചേഞ്ചായി നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 3 മീഡിയം തക്കാളി, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി കേട്ടോ. ഒരു ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ഒരൊട്ടൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിനി ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മീഡിയം ഹീറ്റിൽ ചെയ്താലും മതി. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എണ്ണ തെളിയുന്ന വരെ നമ്മൾ വഴറ്റണം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരൊട്ടൻ്റെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഈ കാശ്മീരി ചില്ലിയാണ്, അത് 1/2 ടീസ്പൂൺ ചേർത്തത്. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. മസാല ഒന്ന് കുക്കാവും. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ കടലമാവ്, കടലപ്പൊടി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ്. അത് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, സാധാരണ പച്ചവെള്ളമാണ്. ഇത് നന്നായിട്ടൊന്ന് കുക്കാവാനുണ്ട്. ഒന്ന് കുറുകി ഒന്ന് കുക്കായിട്ട് തരട്ടെ ചെറിയ തീയിൽ.
എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കസൂരി മേത്തി 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാൻ എപ്പോഴും കുറച്ചധികം ചേർക്കാറുണ്ട്. കാരണം എനിക്ക് കസൂരി മേത്തി ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണ്. എണ്ണ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഇതൊരു 3 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. 3 മിനിറ്റായി. ചെറിയ തീയിൽ വെച്ചതായിരുന്നു. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില, മസാല എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ബട്ടർ, നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. ഞാനിത് പത്തിരിയുടെ കൂടെയാണ് കഴിക്കണേ കേട്ടോ. അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യണേ. നല്ല റെസിപ്പി. എൻ്റെ ക്ലാസ്സിൻ്റെ ആഡ്സ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സസ് നടക്കുന്നത് പ്ലം കേക്കിൻ്റെ ക്ലാസ്സാണ്, ചോക്ലേറ്റ്സിൻ്റെ ക്ലാസ്, എല്ലാ ക്ലാസ്സും നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് ഈ സീസണിൽ നടക്കുന്നത് പ്ലം കേക്കിൻ്റെ ക്ലാസ്സാണ്. സെയിലിന് വേണ്ടിയിട്ടാണ് പലരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നല്ല റെസിപ്പിയായിട്ട് വിടുന്നതാണ്. കണ്ടല്ലോ, നല്ലതല്ലേ? ഞാൻ പത്തിരിയുടെ കൂടെയാണ് കഴിച്ചത്. എല്ലാവരും ട്രൈ ചെയ്യും. എന്തായാലും ഇഷ്ടമാണ്. ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും. ഓക്കെ, നല്ല റെസിപ്പിയായിട്ട് നമുക്ക്